ബിബിൻ ജോർജിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവുമോ? മലയാളികൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിയില്ലെങ്കിൽ പറയാം. മിമിക്രിയിൽ കൂടി വന്നതാണ്. തിരക്കഥയൊക്കെ എഴുതും, നന്നായി അഭിനയിക്കും. ഹീറോ ആയിട്ട് വരെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തനിക്ക് വളാഞ്ചേരി കോളേജിൽ വെച്ചുണ്ടായൊരു ദുരനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ആദ്യം ഒന്ന് കാണാം. സംഭവിച്ചത് 3 കോളേജിൽ നിന്നാണ് അന്ന് വിളിച്ചത്. യൂണിയൻകാരാണ് വിളിച്ചത്. അപ്പോൾ പൈസ കുറവാണ്, എന്നോട് പറഞ്ഞു പൈസ കുറവാണ്, വരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു പ്രൊമോഷൻ പരിപാടി ഉണ്ടല്ലോ, എന്തായാലും പടം അടുത്ത ആഴ്ച ഇറങ്ങുകയാണ്, അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ ടീമായിട്ട് വരാമെന്ന് പറഞ്ഞു. അവരും സന്തോഷം. കാരണം ഞാൻ മാത്രമല്ല, ഷൈജു ശ്രീധർ, ജയ്സേട്ടൻ ആ പടത്തിൽ അഭിനയിച്ച, പിന്നെ സമീറിലൊക്കെയുള്ള റോഷൻ ആനന്ദ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും ചെറിയ വയസ്സൊക്കെ ഇത്രയും ആർട്ടിസ്റ്റുകളും വരുന്നു എന്നുള്ള ഹാപ്പി ആയിരുന്നു എല്ലാവരും. അപ്പോൾ ഞാൻ ചെന്ന് ഞങ്ങളെല്ലാവരും ചെന്ന് കയറിയപ്പോൾ അതിലവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കോളേജിൽ. അപ്പം നേരെ ചെന്ന് കയറിയപ്പോൾ ഇങ്ങനെ 3-4 നിലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 4 ഒരു എനിക്ക് തോന്നുന്നു 2-3 തോന്നുന്നു. നമ്മളവിടെ അങ്ങോട്ട് ചെന്ന് കയറി ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചു. പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത്. കൂട്ടത്തിൽ എൻ്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേരെല്ലാവരും ഗുമസ്ത, കാരണം അവിടെ പോസ്റ്ററൊക്കെ ഫുള്ള് കോളേജ് ഒട്ടിച്ചേക്കണോണ്ട് ഗുമസ്തൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ പറയില്ല, ഇങ്ങനെ ഭയങ്കര ഒരു ദേഷ്യം പോലെയായിരുന്നു ഇങ്ങനെ. അപ്പോൾ പുള്ളി പറഞ്ഞു അതെ ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ളവർ സംസാരിക്കും, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും അവർ അധ്യാപകർ തന്നെയാണ് വിളിച്ച് അവരെയും കയറ്റിയിരുത്തിയതേ. അപ്പോൾ ബാക്കിയുള്ളവർ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു അതെ അതിവിടെ മാഗസിൻ പ്രകാശനം മാത്രം മതി, വേറൊന്നും പറ്റില്ല ഇവിടെ, വേറെ ഒന്നും ചെയ്യാൻ. അപ്പം എൻ്റെ ബേസിൽ ഈ പിള്ളേർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എൻ്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയാൽ നമ്മൾ പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോരാനാണ്. അപ്പം ഞാൻ പറഞ്ഞ അല്ല ഇവിടെ ഇവർക്ക് ആർക്കും ഇവിടെ ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും മാഗസിൻ പറഞ്ഞ് പ്രകാശനം ചെയ്യുക, നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഇതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കതിലൊരു വിഷയമുള്ള കേസല്ല. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഷൈജു ചേട്ടനും ഇവരൊക്കെ അവരെയും കൂടി അപമാനിക്കില്ല, അവരോട് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ മാത്രം പറയുക, പിന്നെ ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട, ഒന്നും പിള്ളേർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പ്രകാശനം ചെയ്തിട്ട് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു. ജീവിതത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാണ് ചെയ്തത്. കുട്ടികളന്ന് ഭയങ്കര ഹേർട്ടായി. കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു, അവർ മാപ്പ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഒന്ന് കയറാം. അപ്പം പിന്നെ അങ്ങോട്ട് കയറൽ ഇത്തിരി ചടങ്ങായതുകൊണ്ട് ഞാൻ കയറിയില്ല. ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു. അത്ര ഹേർട്ടായിട്ടുള്ള നാണൊക്കെ ചേട്ടൻ വിളിച്ചു വരുത്തിട്ടാണല്ലോ. ഞാൻ പറയുന്നത് ഏറ്റവും ഞാൻ സിമ്പിൾ പറയട്ടെ, ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് ഇപ്പോൾ പാടണ്ട, അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പറയണ്ട എന്ന്, ഓക്കെ. ഇതെന്നോട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ബിബിൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അവിടെ അധികൃതർ താല്പര്യമില്ല, ഇവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പരിപാടി ഒന്ന് ചെയ്തിട്ട് നമുക്ക്. അപ്പം ഞാൻ പറയാം ഓക്കെ, ഇത്രയും അത് നല്ലതല്ലേ, നമ്മൾക്ക് ഹേർട്ടാവില്ല, ഒന്നുമില്ല. ഇത് അവരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്, ഇവരെ കൊണ്ടൊന്നും സംസാരിപ്പിക്കാൻ പറ്റൂല, നിങ്ങൾ ഇത് പയം പറയാ പോവുക എന്നുള്ളത്. ഇതിൽ ബിബിൻ ജോർജ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ആ പ്രിൻസിപ്പള് കുറച്ച് മാറ്റി നിർത്തി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിങ്ങനെ ഇൻസൾട്ടായിട്ട് തോന്നൂലായിരുന്നു. പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് ഈ രീതിയിൽ നടത്താൻ പറ്റൂല, ദേഷ്യത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അത് ഇൻസൾട്ടായിട്ട് തോന്നിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ആരും മറന്നു പോകാൻ സാധ്യതയൊന്നുമില്ല. കളമശ്ശേരിയിൽ കുസാറ്റിലുണ്ടായൊരു സംഭവമുണ്ട്. ഒരു ഗാനമേളയ്ക്കിടെ ഭയങ്കരമായൊരു അപകടം പറ്റി, 3-4 കുട്ടികൾ മരിക്കുകയും ഒരുപാട് വലിയൊരു പ്രശ്നമായിരുന്നു അത്. ഗാനമേള നടക്കുന്നതിനിടയ്ക്ക് ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടിട്ട് കുറേ കുട്ടികളും മരിച്ചു. അപ്പോൾ അതിനുശേഷം കോളേജുകൾക്ക് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, എന്തെല്ലാം പരിപാടികളാണോ നടത്തുന്നത് അതേക്കുറിച്ച് മുൻകൂട്ടി ഈ പ്രിൻസിപ്പലിനെ അല്ലെങ്കിൽ കോളേജിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അറിയിച്ചിരിക്കണം. അതനുസരിച്ച് മാത്രമേ പരിപാടി നടത്താൻ പാടുള്ളൂ. അങ്ങനെയാണ് അവർക്ക് കിട്ടിയേക്കുന്ന ഇൻസ്ട്രക്ഷൻ. അത് ആ സമയത്ത് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, ഞാനങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഈ പറഞ്ഞ മാതിരി എക്സ്ട്രാ പരിപാടി വരുമ്പോൾ പ്രിൻസിപ്പള് പെട്ടെന്ന് ഓടിച്ചെല്ലുന്നത്. ഈ ജാസി ഗിഫ്റ്റിന് ഇതേപോലെ ഈ കുസാറ്റ് സംഭവത്തിന് ശേഷമാണ് ജാസി ഗിഫ്റ്റ് ഇതേപോലെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പോവുകയും അവിടുത്തെ പ്രിൻസിപ്പള് ജാസി ഗിഫ്റ്റ് അല്ലാതെ മറ്റൊരാൾ പാടുമ്പോൾ പെട്ടെന്ന് സ്റ്റേജിൽ കയറി വന്നു മൈക്കെല്ലാം പിടിച്ചു വാങ്ങി
ഇങ്ങനെ പാടാൻ പറ്റില്ല, ജാസി ഗിഫ്റ്റ് മാത്രമാണ് പാടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റാൾക്കാരെ പാടാൻ സമ്മതിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അത് വലിയ ഇഷ്യൂ ആയിരുന്നു. ജാസി ഗിഫ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വലിയ അപമാനമായി പോയി എന്ന രീതിയിൽ വീഡിയോ ഉണ്ടായിരുന്നു. കുട്ടികളുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു, കോളേജിലെ കുട്ടികളുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരവിടെ പ്രതിഷേധിക്കുകയും അവിടെ ഇരുന്നിട്ടൊക്കെ വലിയ പ്രശ്നമായിരുന്നു അത്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല, ഇത് രണ്ടാമത്തെ ആളാണ്. ഇനി വേറെ കോളേജുകളിൽ സംഭവിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഈ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെ ഇൻസ്ട്രക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കും അവരിങ്ങനെ പെട്ടെന്ന് അവരുടെ ലിസ്റ്റിലില്ലാത്തൊരു പരിപാടി പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇവരിതുപോലെ അങ്ങ് നെർവസ് ആവുന്നതും പെട്ടെന്ന് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതൊക്കെ. എന്തായാലും അതെന്ത് കാരണം, അതിൻ്റെ കാരണം എന്ത് തന്നെയായാലും ഇവരുടെ പെരുമാറ്റം മോശമായിപ്പോയി, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കുറേ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊന്നും കാര്യമില്ല, കുറച്ച് നല്ലോണം പെരുമാറാനും കൂടി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും കാണാം, കുറച്ച് നല്ല പൊസിഷനിലുള്ള ആൾക്കാർ മറ്റുള്ളവരോട് പെരുമാറുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ കാര്യമുള്ളത്, നന്നായി പെരുമാറി നന്നായി സംസാരിച്ചു എന്ന് വെച്ചിട്ട് അതിൽ തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ ഇവരുടെ പൊസിഷന് ഒരു ഇടിവൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഈ ബിബിൻ ജോർജിൻ്റെ ഇഷ്യൂ ഫോണിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ വന്നു, ഒരു യൂട്യൂബർ ഇതേക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ബിബിൻ ജോർജ് എന്ന പേരായതുകൊണ്ടാണ്, അത് ആസിഫ് അലിയോ ദുൽഖർ സൽമാനോ ആയിരുന്നെങ്കിൽ ഇത് ഈ രീതിയിലല്ല കൈകാര്യം ചെയ്യപ്പെടുന്നത്, ഇത് ഭയങ്കര വലിയ ഇഷ്യൂ ആക്കി എടുത്ത് എല്ലാവരും ഇതിനെ ചർച്ച ചെയ്തേനെ, ഇതിപ്പോൾ ആരും ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പേരിൻ്റെ പ്രശ്നമോ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് ക്ലിയറാണ്. അതായത് ആ കോളേജിൽ പറഞ്ഞിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇവർ പരിപാടി അവതരിപ്പിക്കുമ്പോൾ പ്രിൻസിപ്പൽ കയറി ഇടപെട്ട രീതി ശരിയായില്ല. അത് ഞാൻ പിന്നെയും പറയുന്നു, ആ രീതിയിലല്ലായിരുന്നു അതിനെ അവർ പെരുമാറേണ്ടിയിരുന്നത് എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ജാതി മതമൊന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ വർഗീയത പറയുന്നത്? ഇത് ഇപ്പോൾ അർജുൻ്റെ ഫാമിലിയും മനാഫും തമ്മിലുള്ള കേസും ഇതേപോലെ തന്നെ സംഖ്യയാണ്, ജാതിയാണ്, മതമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിലും കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇതെന്തിനാണ് ഇത് ഇങ്ങനെ വർഗീയത പുറത്തേക്ക് എന്തിനാണ് ഇങ്ങനെ വിഷം തുപ്പുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലൊരു വർഗീയതയില്ല. ഇപ്പോൾ അർജുൻ്റെ ഫാമിലിയുടെ കേസിൽ പോലും അതിൽ വർഗീയതയൊന്നുമില്ല. അവരുടെ ഫാമിലിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു. അത് അവർക്ക് വളരെ നെഗറ്റീവായിട്ടാണ്, അവർ ആ പറഞ്ഞതിൻ്റെ രീതിയിലൊന്നുമല്ല ആൾക്കാരത് എടുത്തത്. അപ്പോൾ അതിലും കൊണ്ടുവന്ന് സംഖ്യയാണ്, അളിയൻ കയ്യിൽ എന്തോ കെട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. ഇതിനെല്ലാത്തിനകത്തും ഈ മതം കൊണ്ടുവരുന്നത് എന്തിനാണ് ജാതി മതമൊക്കെ കൊണ്ടുവരുന്നത്? അല്ലാതെ ഒരു കാര്യത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇത് ഇപ്പോൾ പല കാര്യങ്ങളും കാണാം. ഒരു സംഭവം അത് മലപ്പുറത്തുണ്ടായതെങ്കിൽ അത് മലപ്പുറമല്ലേ, അങ്ങനെ വരും, കമൻറ്റ് വരുന്നതാണ്, മലപ്പുറമല്ലേ അതങ്ങനെ ഉണ്ടാവുള്ളൂ, മലപ്പുറത്തുകാരങ്ങനെയാണ്. അല്ലെങ്കിൽ കൊല്ലത്തിൻ്റെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലംകാരല്ലേ അങ്ങനെ തന്നെ വരുള്ളൂ. അങ്ങനെ ചില ജില്ലകൾ, കൊല്ലം, പത്തനംതിട്ടയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നേക്കാം. പിന്നെ ഇപ്പോൾ മലപ്പുറം, ഇങ്ങനെ കുറച്ച് ജില്ലകളെ മാത്രം പറയുക, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ, അല്ലെങ്കിൽ ഒരു മതത്തിനെ മാത്രം. എല്ലാ ഭാഗത്തും എല്ലാ ജില്ലകളിലും പ്രശ്നക്കാരുണ്ട്, എല്ലാ മതത്തിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. അപ്പം നിങ്ങൾ എല്ലാവരെയും ചേർത്ത് പറയരുത്. ഇതിനകത്ത് ഈ ബിബിൻ ജോർജിൻ്റെ കേസിൽ എനിക്കൊരു മതം ഉള്ളതായിട്ട് തോന്നിയില്ല. അപ്പോൾ ആ കോളേജിൻ്റെ പേരും ഒക്കെയാണ് ഇദ്ദേഹത്തിന് പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ദയവേത് ഇങ്ങനെ ഒരു മതത്തിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് പിടിച്ചിടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ദയവേത് മതം പറയാതിരിക്കുക. എന്താണോ എക്സാക്റ്റായിട്ട് ഉണ്ടായ സംഭവം ആ സംഭവത്തെക്കുറിച്ച് പറയുക. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതല്ലാതെ അതിനിടയിൽ വർഗീയത കൊണ്ടുവരരുത് പ്ലീസ്.